ഹലോ, അങ്ങനെ 17ാമത്തെ നോമ്പ് തുറക്ക് നമ്മൾ വീണ്ടും കാലിക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. കാലിക്കറ്റ് പിന്നെ നമ്മളെ തറവാടാണല്ലോ, എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. അങ്ങനെ അന്നത്തെ നോമ്പ് തുറ നമ്മൾ ലുലു മാളിൽ നിന്നായിരുന്നു നടത്തിയത്. ചിക്കിങ്ങിൽ ഈ ഒരു 99 കോംബോ ഓഫറാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ കൂടെ ഒരു ബർത്ത്ഡേ ബോയും കൂടി ഉള്ളതുകൊണ്ട് പിസാറിക്കോട്ടയിലെയും ഫലുദാനേഷനിലെയും ആ ഒരു ബർത്ത്ഡേ ഓഫേഴ്സും മിസ്സാക്കിയിട്ടില്ല കേട്ടോ. അതും കൈയോടെ അങ്ങോട്ട് മേടിച്ചു. അങ്ങനെ എല്ലാ ഓർഡറൊക്കെ കൊടുത്ത് കുറച്ച് സമയം അവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച് ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായപ്പോഴത്തേക്കും നമ്മൾ ഓർഡേഴ്സൊക്കെ സെറ്റായിട്ടോ. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഇഫ്താർ കോംബോ 99 അതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റാപ്പ്, പിന്നെ 3 പീസ് ചിക്കൻ പോപ്സ് അല്ലെങ്കിൽ നഗറ്റ്സ് പോലത്തെ ആ സംഭവം, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, അതുപോലെ ഒരു ലൈം ജ്യൂസ്. അങ്ങനെ അതാ ഓരോന്നായിട്ട് ഐറ്റംസൊക്കെ ടേബിളിൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് വിളിച്ച സമയമായപ്പോൾ നമ്മളിതാ ആ ഒരു ഈത്തപ്പഴം വെച്ചിട്ട് നോമ്പ് തുറക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അങ്ങനെ 99 കോംബോ വേർത്താണെന്ന് വെച്ചാൽ വേർത്താണ്. ആ ഒരു റാപ്പും കാര്യങ്ങളൊക്കെ, റാപ്പിലൊക്കെ നല്ല ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നാരങ്ങ വെള്ളം 5 പൈസക്ക് പറ്റുള്ളൂ ഉണ്ട്. ലൈം ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൂടെ ലൈമിൻ്റെ ടേസ്റ്റും മധുരമൊന്നും അടുത്തുകൂടെ പോയിട്ടില്ല. എങ്കിലും 99 വേർത്താണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫലൂദാസ് എത്തി. ഫലൂദയിൽ നമ്മൾ മാംഗോ ഫലൂദയും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ സൺഡേ ആണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ മിഠായി തെരുവിലേക്ക് വിട്ടു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് മുഗ്ദാർ ബീച്ചിലേക്കാണ് കേട്ടോ. കാരണം ഈ പ്രാവശ്യം കോഴിക്കോടിൻ്റെ എല്ലാ റംദാൻ വൈബും മുഗ്ദാർ ബീച്ചാണ് കൊണ്ടുപോയത്. നമ്മൾ നോർമൽ ബീച്ചിനേക്കാളും ആൾക്കാരും തിരക്കും, വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്കും ഫുഡ്സാണ് കേട്ടോ അവിടെ ഉള്ളത്. സ്ട്രീറ്റിൽ മൊത്തം പുതിയതും പഴയതുമായിട്ടുള്ള കടകളാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ.